ഇരട്ടിയാർ പഞ്ചായത്ത് കേരളോത്സവത്തോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായി. നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിലായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ യൂത്ത് ക്ലബ്ബുകളുടെയും സഹകരണത്തോടെയാണ് കേരളോത്സവം വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ വളരെ വ്യത്യസ്തമായ കുറെ കലാപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കേരളോത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. എല്ലാ യുവജന സംഘടനകളെ എല്ലാം ചേർത്തുകൊണ്ട് സംഘാടക സമിതി രൂപീകരിക്കുകയും അതുപോലെ തന്നെ 29, 30, 1 തീയതികളിൽ 3 ദിവസക്കാലമായി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 3 പ്രദേശങ്ങളിലായിട്ട് ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിന്റെ ഗ്രൗണ്ടിലും അതുപോലെ ശാന്തിഗ്രാം സ്കൂളിന്റെ ഗ്രൗണ്ടിലുമായാണ് നമ്മുടെ കലാകായിക മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യ ദിവസം ക്രിക്കറ്റ്, അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങൾ നടക്കും. ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ തെങ്ങുകയറ്റ മത്സരവും അതുപോലെ തന്നെ സ്ത്രീകൾക്കായിട്ട് മൈലാഞ്ചി മത്സരം, അതുപോലെ തന്നെ നമ്മുടെ സ്ഥലങ്ങൾ, കൃഷി സ്ഥലങ്ങൾ ഉഴുതുമറിക്കുന്ന മത്സരങ്ങൾ, ഞാറ് നടിയൽ മത്സരങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ മത്സരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തെ ഈ കേരളോത്സവം വരവേൽക്കുന്നത്. 3 വേദികളിലായിട്ടാണ് കലാകായിക മത്സരങ്ങൾ അരങ്ങേറുക. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ, വോളിബോൾ, ചെസ്, കലാമത്സരങ്ങൾ, അത്ലറ്റിക് മത്സരങ്ങൾ, കബഡി, പഞ്ചഗുസ്തി, വടംവലി, തെങ്ങുകയറ്റം, നിലം ഉഴുതുമറിക്കൽ, മൈലാഞ്ചിയിടിയിൽ എന്നിങ്ങനെ 35ഓളം മത്സരങ്ങളാണ് നടക്കുന്നത്. കേരളോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. ഇരട്ടിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, പഞ്ചായത്ത് അംഗങ്ങളായ ജുൻസൺ വർക്കി, ജൈനമ്മ ബേബി, ജോസുകുട്ടി അരിപ്പറമ്പിൽ, ജോസ് തച്ചാവറമ്പിൽ, സിനി മാത്യു, പഞ്ചായത്ത് സെക്രട്ടറി ബി ധനേഷ് കുമാർ, CDS ചെയർപേഴ്സൺ സനില ഷാജി, കലാ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.